എല്ലാവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ആന്റണി രാജ്. ഈ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് ഭാഗത്തെ ക്ലാസ് ആണ് എടുക്കുന്നത്. 2024 മാർച്ച് മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ മൂന്നാമത്തെ ഭാഗമാണ് ഇത്. ആദ്യ പോയിന്റിലേക്ക് കടക്കാം. മുംബൈയിൽ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പൊ കേക്ക്. മുംബൈയിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് പുതിയ പേര് നൽകി. മുംബൈയിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് പുതിയ പേര് നൽകി. എന്താണ് ആ പേര്? നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നാക്കി. എന്താണ് പേര്? ചില പേര് കൂടിപ്പോയോ? ഇല്ല. നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് റെയിൽവേ സ്റ്റേഷൻ. നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര്. ബ്രഹ്മപുരം തീപിടുത്തം നമ്മൾ പത്രങ്ങളിലൂടെയും മറ്റും അറിഞ്ഞതാണ്. ബ്രഹ്മപുരം മാലിന്യ കൂമ്പാരത്തിന് തീപിടിക്കുന്നതും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവർ അതിനുവേണ്ടി കെടുത്താനായി ശ്രമിക്കുന്നതും ഒക്കെ. അപ്പൊ ബ്രഹ്മപുരം മാലിന്യ കൂമ്പാരത്തിന്റെ തീപിടുത്തത്തെ ചലച്ചിത്ര ആവിഷ്കാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ആ മലയാള സിനിമയുടെ പേര് ഇതുവരെ എന്നാണ്. മലയാള സിനിമയുടെ പേര് ഇതുവരെ. ബ്രഹ്മപുരം തീപിടുത്തവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങുന്ന മലയാള സിനിമയുടെ പേരാണ് ഇതുവരെ. ആ ചിത്രം സംവിധാനം ചെയ്തത് അനിൽ തോമസ്. ഇതുവരെ എന്ന ചിത്രം സംവിധാനം ചെയ്തത് അനിൽ തോമസ് ആണ്. അടുത്ത പോയിന്റ്. ലോകത്തിലെ ഏറ്റവും ശക്തരായ 10 കമാൻഡോ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ മറൈൻ കമാൻഡോ വിഭാഗത്തിന്റെ പേര്. യൂട്യൂബിലൂടെയൊക്കെ നിങ്ങൾ ഈ ഒരു കമാൻഡോ വിഭാഗത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, അല്ലെ? ആ കമാൻഡോ വിഭാഗത്തിന്റെ പേര് മാർക്കോസ് എന്നാണ്. കമാൻഡോ വിഭാഗത്തിന്റെ പേരാണ് മാർക്കോസ് എന്നാണ് പേര്. അപ്പൊ എന്താണ് ചോദ്യം? ലോകത്തിലെ ഏറ്റവും മികച്ച 10 കമാൻഡോ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ മറൈൻ കമാൻഡോസിന്റെ പേര് എന്താണ്? കമാൻഡോ വിഭാഗത്തിന്റെ പേരാണ് മാർക്കോസ് എന്നാണ് പേര്. ഓർത്തിരിക്കുക, മാർക്കോസ്. അടുത്ത പോയിന്റ്. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് 2024 പ്രഖ്യാപിച്ച വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തെത്തിയത് ഫിൻലാൻഡ് ആണ്. 2024 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തെത്തിയത് ഫിൻലാൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 126-ാമതാണ്. ഇന്ത്യയുടെ സ്ഥാനം 126-ാമത്. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് 2024 1-ാം സ്ഥാനം ഫിൻലാൻഡ്, ഇന്ത്യയുടെ സ്ഥാനം 126-ാമതാണ്. അടുത്ത പോയിന്റ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBIയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. RBI നിലവിൽ വന്നത് നമുക്കറിയാം. RBI നിലവിൽ വരുന്നത് 1935-ലാണ് RBI നിലവിൽ വരുന്നത്. 2024 അപ്പം 2024 ആകുമ്പോഴത്തേക്കും 90-ാം വാർഷികാഘോഷമാണ്. 90-ാം വാർഷികാഘോഷം. അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നതിന്റെ 90-ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പുതിയ നാണയമാണ് 90 രൂപ നാണയം. ഇന്ത്യ പുറത്തിറക്കിയ പുതിയ നാണയമാണ് 90 രൂപ നാണയം. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ 75 രൂപയുടെ നാണയം പുറത്തിറങ്ങിയതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തായാലും 90 രൂപയുടെ നാണയം ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്തത് IQ എയർ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കമ്പനി. IQ എയർ ക്വാളിറ്റി അത് സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കമ്പനിയാണ് IQ എയർ ക്വാളിറ്റി. അതിനകത്ത് തന്നെയുണ്ട് എയർ ക്വാളിറ്റി. എയർ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയാണ് IQ എയർ ക്വാളിറ്റി. അപ്പൊ IQ എയർ ക്വാളിറ്റി ഒരു റിപ്പോർട്ട്, എയർ ക്വാളിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടു. എയർ ക്വാളിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടു എന്ന് പറഞ്ഞാല് വായു മലിനീകരണം ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിൽ 1-ാം സ്ഥാനത്തെത്തിയത് ബംഗ്ലാദേശാണ്.
IQ എയർ ക്വാളിറ്റി പുറത്തുവിട്ട സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമാക്കിയിട്ടുള്ള കമ്പനിയാണ് IQ എയർ ക്വാളിറ്റി. അവർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വായു മലിനീകരണമുള്ള രാജ്യം ബംഗ്ലാദേശാണ്. 2ാം സ്ഥാനം പാകിസ്ഥാനാണ്. ഇനി ഞെട്ടിക്കോണേ, 3ാം സ്ഥാനം നമ്മുടെ രാജ്യം ഇന്ത്യ. IQ എയർ ക്വാളിറ്റി പുറത്തുവിട്ട സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമാക്കിയിട്ടുള്ള കമ്പനിയായ IQ എയർ ക്വാളിറ്റി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ രാജ്യങ്ങളിൽ 1 ബംഗ്ലാദേശ്, 2 പാകിസ്ഥാൻ, 3ാമത് ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യയിൽ വായു മലിനീകരണം കൂടുതലാണ് എന്നുള്ളതാണ് ഇവിടുന്ന് പറയുന്നത്. ശരി, അടുത്ത പോയിന്റ്. ലോക വനദിനം. എന്നാണ് ലോക വനദിനം? നമുക്കെല്ലാം അറിയാം, ലോക വനദിനം മാർച്ച് 21 ലോക വനദിനം എന്ന് പറയുന്നത് മാർച്ച് 21. മാർച്ച് 22 എന്താണ്? മാർച്ച് 22 ജലദിനമാണ്. മാർച്ച് 22 ലോക ജലദിനമാണ്. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനമാണ്. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനമാണ്. ശരി. മാർച്ച് 21 2024 പ്രമേയം, അതായത് ലോക വനദിനത്തിന്റെ 2024 പ്രമേയമാണ് ഫോറസ്റ്റ് ആൻഡ് ഇന്നവേഷൻ. ഫോറസ്റ്റ് ആൻഡ് ഇന്നവേഷൻ എന്നുള്ളതാണ് 2024 പ്രമേയം. ശരി, അടുത്തത്. ഏഷ്യയിലെ ഏറ്റവും വലിയ തുലിപ് പൂന്തോട്ടം എവിടെയാണ്? പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ തുലിപ് പൂന്തോട്ടം എവിടെയാണ്? ശ്രീനഗർ. ഓർത്തിരിക്കുക, എവിടെയാണ്? ശ്രീനഗർ. ഏഷ്യയിലെ ഏറ്റവും വലിയ ട്യുലിപ്പ് പൂന്തോട്ടം എവിടെ എന്ന് ചോദിച്ചാൽ ശ്രീനഗർ ആണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ട്യുലിപ്പ് പൂന്തോട്ടം എവിടെയാണ്? ശ്രീനഗർ ആണ്. പോയിന്റ് വ്യക്തമാണ്. അടുത്തത് നമ്മൾ പറഞ്ഞു മാർച്ച് 21 വനദിനമാണ്. മാർച്ച് 21 പ്രമേയം നമ്മൾ പറഞ്ഞു ഫോറസ്റ്റ് ആൻഡ് ഇന്നവേഷൻ. മാർച്ച് 22 നമ്മൾ പറഞ്ഞു ലോക ജലദിനമാണ്. ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ലോക ജലദിനത്തിന്റെ 2024 പ്രമേയം. വാട്ടർ ഫോർ പീസ്. വാട്ടർ ഫോർ പീസ് ഓർത്തു വെച്ചോണം. വാട്ടർ ഫോർ പീസ്, സമാധാനത്തിന് ജലം അല്ലെ. വാട്ടർ ഫോർ പീസ് ഓർത്തിരിക്കുക. ലോക ജലദിന പ്രമേയം 2024. അടുത്തത് സ്ത്രീകളുടെ ശാരീരിക, മാനസിക, സാമൂഹിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായി ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര്. ഒന്നുകൂടെ, സ്ത്രീകളുടെ ശാരീരിക, മാനസിക, സാമൂഹിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായി ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സീതാലയം. പദ്ധതിയുടെ പേരാണ് സീതാലയം എന്നാണ് പദ്ധതിയുടെ പേര്. സീതാലയം. ഓക്കെ. പദവിയിലിരിക്കെ അറസ്റ്റിലാവുന്ന ആദ്യത്തെ മുഖ്യമന്ത്രി. സ്വാതന്ത്ര്യത്തിന് ശേഷം പദവിയിലിരിക്കെ അറസ്റ്റിലാവുന്ന ആദ്യത്തെ ഇന്ത്യയിലെ മുഖ്യമന്ത്രിയാണ് ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ. ഇത് പത്രങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞതാണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു അല്ലെ. അരവിന്ദ് കെജ്രിവാൾ. അടുത്തത് ഒരു നോവലാണ്. നോവലിന്റെ പേരാണ് ലില്യപ്പ എന്നാണ് നോവലിന്റെ പേര്. ലില്യപ്പ കേട്ടോ. നോവലിന്റെ പേര് ലില്യപ്പ എന്നാണ്. ലില്യപ്പ. ആരുടെ നോവലാണ് ലില്യപ്പ എന്ന് ചോദിച്ചാൽ സാറ ജോസഫിന്റെ നോവലാണ്. സാറ ജോസഫ്. ഇതിനു മുമ്പ് നമ്മൾ എസ്തർ എന്ന നോവൽ പഠിച്ചിരുന്നു. എസ്തർ, സാറ ജോസഫ് അല്ലെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. മുൻ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഇവിടെ ലില്യപ്പ എന്ന നോവൽ ആരുടേതാണെന്ന് ചോദിച്ചാല് സാറ ജോസഫ്. ഓർത്തിരിക്കുക, സാറ ജോസഫിന്റെ ആണ്. അടുത്തത് നമ്മൾ പറഞ്ഞു മാർച്ച് 21 വനദിനം, മാർച്ച് 22 ജലദിനം. മാർച്ച് 23 കാലാവസ്ഥാ ദിനം അല്ലെ. മാർച്ച് 23 കാലാവസ്ഥാ ദിനം. അത് നമ്മൾ പറഞ്ഞു. ലോക കാലാവസ്ഥാ ദിനത്തിന്റെ 2024 പ്രമേയം എന്ത്? ലോക കാലാവസ്ഥാ ദിനത്തിന്റെ 2024 പ്രമേയമാണ് അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ. At the front line of climate action. ഓർത്തിരിക്കുക, at the front line of climate action. At the front line of
ക്ലൈമറ്റ് ആക്ഷൻ. ഓർത്തോണം, അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ. എന്തിന്റെയാ? ലോക കാലാവസ്ഥാ ദിനത്തിന്റെ 2024 പ്രമേയമാണ് അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ. പോയിന്റോടെ ഓർത്തിരിക്കുക. അടുത്തത്, ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? ശ്രീ നരേന്ദ്രമോദി. കേട്ടോ, ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് ലഭിച്ചു എന്ന പോയിന്റ് അവിടെ ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഹൈതി. ഹൈതി ഹൈതി എന്ന് പറയുന്നത് ഒരു നോർത്ത് അമേരിക്കൻ രാജ്യമാണ്. ഒരു നോർത്ത് അമേരിക്കൻ രാജ്യമാണ് ഹൈതി എന്ന് പറയുന്നത്. ഈ ഹൈതി എന്ന് പറയുന്ന രാജ്യത്ത് സായുധ കലാപമുണ്ടായി. ഹൈതി എന്ന് പറയുന്ന രാജ്യത്ത് സായുധ കലാപമുണ്ടായി. അപ്പൊ ഇവിടുള്ള ഇന്ത്യക്കാരെ, നോർത്ത് അമേരിക്കൻ രാജ്യമായ ഹൈതി എന്ന് പറയുന്ന രാജ്യത്തുള്ള ഇന്ത്യക്കാരെ നോർത്ത് അമേരിക്കയിലെ തന്നെ മറ്റൊരു രാജ്യമാണ് ഡൊമിനിക്കൻ റിപ്പബ്ലിക്. അപ്പം ഹൈതി എന്ന് പറയുന്ന രാജ്യത്ത് നിന്നും ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്ന രാജ്യത്തേക്ക് മാറ്റുന്നതിനായിട്ട്, അപ്പൊ ഇവിടെയുള്ള ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി ഈ രാജ്യത്തേക്ക് എത്തിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹൈതി എന്ന രാജ്യത്ത് സായുധ കലാപത്തെ തുടർന്ന് ഹൈതിയിലുള്ള ഇന്ത്യക്കാരെ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്ന രാജ്യത്തിലേക്ക് മാറ്റുന്നതിനായിട്ട് ഇന്ത്യ ഒരു രക്ഷാ ദൗത്യം ആരംഭിച്ചു. അതിന്റെ പേരാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്നാണ് പേര്. ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്നാണ് പേര്. പോയിന്റ് ക്ലിയർ ആണ്. ഹൈതി എന്ന രാജ്യത്ത് നിന്നും, നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളാണ് ഹൈതിയും ഡൊമിനിക്കൻ റിപ്പബ്ലിക്കും. നോർത്ത് അമേരിക്കൻ രാജ്യമായ ഹൈതിയിലെ സായുധ കലാപത്തെ തുടർന്ന് അവിടെയുള്ള ഇന്ത്യക്കാരെ നോർത്ത് അമേരിക്കൻ രാജ്യമായ ഡൊമിനിക്കൻ റിപ്പബ്ലിക്ക് മാറ്റുന്നതിനായിട്ട് ഇന്ത്യ നടത്തിയ രക്ഷാ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. പോയിന്റ് അവിടെ വ്യക്തമാണ്. അടുത്തത്, 2020 ക്രിക്കറ്റിൽ 12,000 റൺസ് പൂർത്തിയാക്കിയ ആദ്യ ക്രിക്കറ്റ് താരം. 2020 ക്രിക്കറ്റിൽ 12,000 റൺസ് പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് ആര്? വിരാട് കോഹ്ലി. വിരാട് കോഹ്ലിയാണ് കേട്ടോ. 2020 ക്രിക്കറ്റിൽ 12,000 റൺസ് പൂർത്തിയാക്കിയ ആദ്യത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് വിരാട് കോഹ്ലി. അടുത്തത്, CNG. CNG എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നാണ് പൂർണ്ണരൂപം. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. CNG ബൈക്ക് പുറത്തിറക്കുന്ന ആദ്യ കമ്പനി ഏതാണ്? CNG ബൈക്കുകൾ പുറത്തിറക്കുന്ന ആദ്യ കമ്പനിയുടെ പേര് ബജാജ്. ഓർത്തു വെച്ചോളൂ, ബജാജ് ആണ്. CNG ബൈക്കുകൾ പുറത്തിറക്കുന്ന ആദ്യ കമ്പനിയാണ് ബജാജ്. CNG ബൈക്കുകൾ പുറത്തിറക്കുന്ന ആദ്യത്തെ കമ്പനിയുടെ പേര് ബജാജ്. അടുത്തത്, ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെയാണ് വന്നത് അല്ലെ. അപ്പൊ ഈ ഒരു ഭാഗവുമായിട്ട് ഭിന്നശേഷി വിഭാഗക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഭിന്നശേഷി വിഭാഗക്കാരുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ പുറത്തിറക്കിയായിരുന്നു. അതിന്റെ പേരാണ് സാക്ഷം എന്നാണ് പേര്. സാക്ഷം. ഭിന്നശേഷി വിഭാഗക്കാരുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായിട്ടുള്ള ആപ്ലിക്കേഷന്റെ പേരെന്ത്? സാക്ഷം എന്നാണ്. ഓക്കെ, നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിപ്പോകാം. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് റെയിൽവേ സ്റ്റേഷൻ. ബ്രഹ്മപുരം മാലിന്യ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങുന്ന മലയാള സിനിമയാണ് ഇതുവരെ. സംവിധാനം അനിൽ തോമസ് ആണ്. നാവികസേന. ലോകത്തിലെ ഏറ്റവും വലിയ 10 കമാൻഡോ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ മറൈൻ കമാൻഡോ വിഭാഗമാണ് മാർക്കോസ്. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് 2024 ഒന്നാം സ്ഥാനം പതിവ് പോലെ ഫിൻലാൻഡും ഇന്ത്യയുടെ സ്ഥാനം 126ാമതുമായി. RBIയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ 90 രൂപ നാണയം പുറത്തിറങ്ങി. IQ എയർ ക്വാളിറ്റി സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമാക്കിയിട്ടുള്ള കമ്പനിയാണ്. അവർ പുറത്തിറക്കിയ എയർ ക്വാളിറ്റി ഇൻഡെക്സ്, അത് അവർ പുറത്തിറക്കിയ വായു മലിനീകരണ സൂചികയിൽ 1ാം സ്ഥാനം. ഏറ്റവും കൂടുതൽ വായു മലിനീകരണം ഉള്ളത് ബംഗ്ലാദേശ്, 2 പാകിസ്ഥാൻ, 3ാമത് ഇന്ത്യ. ലോക വനദിനം മാർച്ച് 21, 2024 പ്രമേയമാണ് ഫോറസ്റ്റ് ആൻഡ് ഇന്നൊവേഷൻ. ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് പൂന്തോട്ടം ശ്രീനഗറിലാണ്. ലോക ജലദിനം മാർച്ച് 22 ആണ്. 2024 പ്രമേയം വാട്ടർ ഫോർ പീസ്. സ്ത്രീകളുടെ ശാരീരിക, മാനസിക, സാമൂഹിക ബുദ്ധിമുട്ടുകൾ
പരിഹരിക്കുന്നതിനായി ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് സീതാലയം. പദവിയിലിരിക്കെ, സ്വാതന്ത്ര്യത്തിന് ശേഷം പദവിയിലിരിക്കെ അറസ്റ്റിലാവുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ലില്യപ്പ എന്ന നോവൽ സാറാ ജോസഫിന്റേതാണ്. കാലാവസ്ഥാ ദിനം 2024 മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. 2024 പ്രമേയം അറ്റ് ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ. ഭൂട്ടാന്റെ പരമോന്നത ബഹുമതി നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് ലഭിച്ചു. ഹൈതിയിലെ സായുധ കലാപത്തെ തുടർന്ന് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലേക്ക് ഇന്ത്യക്കാരെ മൂവ് ചെയ്യുന്നതിനുള്ള രക്ഷാദൌത്യത്തിന്റെ പേര് ഓപ്പറേഷൻ ഇന്ദ്രാവതി. 2020 ക്രിക്കറ്റിൽ 12,000 റൺസ് പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയാണ്. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് CNG ഉള്ള ബൈക്കുകൾ പുറത്തിറക്കിയ ആദ്യ കമ്പനിയാണ് ബജാജ്. ഭിന്നശേഷി വിഭാഗക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായിട്ട് പുറത്തിറക്കിയതാണ് ആപ്ലിക്കേഷന്റെ പേര് സാക്ഷം. പറഞ്ഞ പോയിന്റുകളൊക്കെ വ്യക്തമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.